രാജാവ് വിവരങ്ങൾ അറിഞ്ഞ് വിസ്മയിച്ചു പോയി. ഈശ്വരന്റെ നിശ്ചയം ആയിരിക്കും. തീർച്ചയായും നമ്മുടെ ആഗ്രഹം പൂവണിയും. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ബാലുശ്ശേരിയിലെ പനങ്ങാട് എന്നൊരു സ്ഥലത്താണ്. അപ്പോൾ പനങ്ങാടിൽ ഇവിടെ ഒരു UP സ്കൂൾ പഠിക്കുന്ന ശിവാനി എന്ന കുട്ടി, സാധാരണ നമ്മൾ മക്കൾക്ക് അച്ഛന്മാരാണല്ലോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇവിടെ സംസാരശേഷിയും അതേപോലെ തന്നെ കേൾവിശേഷിയും ഇല്ലാത്ത ഒരു അച്ഛനും അമ്മക്കും പുസ്തകങ്ങൾ വായിച്ചിട്ടും അതേപോലെ തന്നെ പുസ്തകങ്ങൾ വായിച്ചു കൊടുത്തിട്ടൊക്കെ കഥ പറയുന്നൊരു കൊച്ചു കുട്ടിയുണ്ട്. നമുക്ക് എന്തൊക്കെ ആ ഒരു കൊച്ചു കുട്ടിയെ പരിചയപ്പെട്ട് അവരുടെ വിശേഷങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. വാ. എൻ്റെ പേര് ശിവാനി. ഞാൻ പനങ്ങാട് നോർത്ത് UP സ്കൂളിലെ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. എൻ്റെ അച്ഛൻ ഇതാണ്. എൻ്റെ അച്ഛൻ്റെ പേര് മനു VP എന്നാണ്. ഇതമ്മ ഷീബ VK. ഇതിൻ്റെ അമ്മമ്മയാണ്. അമ്മമ്മയുടെ പേര് മുത്തുമണി എന്നാണ്. ഞാനിവർക്ക് ഒരുപാട് കഥകൾ വായിച്ചു കൊടുക്കാറുണ്ട്. കഥകളും കവിതകളൊക്കെ വായിച്ചു കൊടുക്കാറുണ്ട്. ഇവർക്കതിഷ്ടമാണ്. അപ്പോൾ ഇവരും അതിൽ അവിടെ വന്നിരിക്കും. ഞാനിങ്ങനെ വരുന്നതും കാത്തിരിക്കലുണ്ട്. കഥകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണല്ലേ അച്ഛനും അമ്മക്ക്? എത്ര ഒരു ദിവസം എങ്ങനെയാ വായിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ? ഏതെങ്കിലും ഒരു ബുക്ക്, ഒരു നല്ലൊരു ബുക്ക് ലൈബ്രറിയിൽ നിന്ന് സ്കൂളിലെ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ ആ ബുക്ക് കുറച്ച് 2 പേജ് മാത്രം ഒരു വായിച്ചു കൊടുക്കും. അങ്ങനെ ഓരോ ദിവസമായിട്ട്. ഒരു ദിവസം 2 പേജ് വെച്ചാണോ വായിച്ചു കൊടുക്കുക? അല്ല, കുറച്ച് പേജ് വായിച്ചു കൊടുക്കും. അങ്ങനെ കഥകൾ ഇഷ്ടമാണോ അച്ഛനമ്മക്ക്? ഇപ്പോൾ പഠിക്കാനൊക്കെ മോൾ ആരാ സഹായിക്കാറ്? അമ്മയുടെ ഏച്ചിയുടെ മോളാണ് കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. ആണോ? അമ്മയുടെ ഏച്ചി ഉണ്ട്, ഓരോ മോൾ. ഇപ്പം ഏത് ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുന്നത്? 5ാം ക്ലാസ്. എന്താ കഥകളോടൊക്കെ ഇത്ര ഇഷ്ടം എന്തെന്നുള്ള ഒരു കാരണം? ഇത് അങ്ങനെയൊന്നുമില്ല. എന്നാലും സാറുമാർ വീട്ടിൽ പുസ്തകം കൊണ്ടുതരുമായിരുന്നു. അതോടെയാണ് ഞാൻ കൂടുതലും വായന തുടങ്ങിയത്. അപ്പോൾ അച്ഛനും അമ്മക്ക് ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കാന്നുള്ളത് ഒരു ആശയം എങ്ങനെയാ വന്നത്? അത് അവരെപ്പോഴും ഇങ്ങനെ ഞാൻ വായിക്കുന്നിടത്ത് ഇങ്ങനെ വന്നിരുന്ന് എല്ലാം നോക്കും. അപ്പം ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്താണ് മോളുടെ ആഗ്രഹം? എന്താ? ഒരു വീട് വെക്കണം, കുറച്ച് അച്ഛനും അമ്മയെ സഹായിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇപ്പോഴേ. ജോലി ചെയ്യുന്ന പെയിന്റിങ്ങാ. അമ്മ ഹൗസ് വൈഫാണ്. ഈ ചെറുകഥകളാണ് കൂടുതലും വായിച്ചു കൊടുക്കാറ്? പലപ്പോഴും ചെറുകഥകളാണ്. കുറച്ചുകൂടി വലുത് ഇടയ്ക്കിടയ്ക്ക് വായിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ചെറിയ കഥകളാണ് കുറച്ചുകൂടി വായിച്ചു കൊടുക്കാറ്. ഇപ്പം ഇങ്ങനത്തെ സൈൻ ലാംഗ്വേജിനോടാണല്ലോ മോള് ഇപ്പോൾ അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിക്കുന്നത്. ഇതൊക്കെ മോൾ ആരാ പഠിപ്പിച്ചത്? അച്ഛനാണ് പഠിപ്പിച്ചത്. അച്ഛനാണോ? ചെറുപ്പത്തിൽ പഠിപ്പിച്ചതാണ്? അല്ല, ഒരു 3ാം ക്ലാസ് തൊട്ട് കുറച്ചുകൂടി നന്നായിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. 2ാം ക്ലാസ്സിൽ അധികം അല്ലായിരുന്നു, നല്ല അറിയുന്ന പോലെ പറഞ്ഞു കൊടുക്കുക. 3ാം ക്ലാസ്സിൽ നിന്ന് കുറച്ചുകൂടി നന്നായിട്ട് എങ്ങനെയാണ് സൈൻ ലാംഗ്വേജ് നോക്കുന്നത്. അദ്ദേഹം രാജ്ഞിയോട് പറഞ്ഞു. തവള പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. കാലം റാണി സുന്ദരിയായ പെൺകുഞ്ഞിന് ജന്മം നൽകി.